ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച കുറച്ച് നോട്ടുകളൊക്കെയാണ്. അപ്പോൾ നോട്ടുകളെന്ന് പറയുമ്പോൾ റിപ്പബ്ലിക് ഇന്ത്യയിലെ നോട്ടുണ്ട്, അതുപോലെ തന്നെ സർക്കുലേഷനിൽ ഇല്ലാത്ത നോട്ടുകളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വേൾഡിലെ കുറച്ച് നോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടൊക്കെ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത നോട്ടുകളാണ്. അപ്പോൾ ഈ ഒരു നോട്ടുകളുടെയൊക്കെ ഡീറ്റെയിൽസ് എടുക്കുന്ന വീഡിയോ ഞാൻ തുടർന്നും എൻ്റെ ഒരു ചാനൽ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു നോട്ടുകളൊക്കെ, അതായത് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്ത നോട്ടുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു നോട്ടൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച കുറച്ച് നോട്ടുകൾ. അപ്പോൾ ഈ ഒരു നോട്ട് എന്ന് പറഞ്ഞാൽ ഡിജിബൂട്ടിയിലെ 40 രൂപ, അതായത് 40 എന്നുള്ള അക്കം വരുന്ന നോട്ടാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ്. 40 രൂപ എന്ന് പറഞ്ഞത് തെറ്റാണ്, 40 എന്നുള്ള അക്കം വരുന്ന നോട്ടാണ്. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ ഞാൻ തുടർന്ന് എൻ്റെ ഒരു ചാനൽ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ മേടിച്ച ഒരു നോട്ടാണ് ഡിജിബൂട്ടിയിലെ 40 അക്കം വരുന്ന നോട്ട്. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ വെറൈറ്റി എന്ന് പറയുന്നത് 40 എന്നുള്ളൊരു അക്കം തന്നെയാണ്. അപ്പോൾ ഈ അക്കങ്ങളിൽ വെറൈറ്റി വരുന്ന ഒരുപാട് കളക്ഷൻസ് ഒക്കെ, അതായത് ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്ന കളക്ഷനൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഞാനും തന്നെ ഒരുപാടൊക്കെ കളക്ഷൻ ചെയ്യുന്നുണ്ട്. ഈ 25 രൂപ ഡിനോമിനേഷൻ വരുന്ന കറൻസി, അതുപോലെ തന്നെ ക്യൂൻ എലിസബത്ത്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി വരുന്നത്, അതുപോലെ തന്നെ പോളിമർ ഇഷ്യൂ, അങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്പിൽ ഞാൻ കളക്ഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു നോട്ടിൻ്റെ പ്രത്യേകത 40 എന്നുള്ളൊരു അക്കം വരുന്നത്. നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും 40 എന്നുള്ളൊരു അക്കം വരുന്നത്. അപ്പോൾ ഈ ഒരു കറൻസി എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കറൻസിയാണ്. അതുപോലെ തന്നെ നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിൽ സർക്കുലേഷനിൽ ഉണ്ടായിരുന്ന ഒരു കറൻസിയാണ് 500 രൂപ കറൻസി, ഗ്രേ ഇഷ്യൂ കറൻസിയാണ്. അപ്പോൾ ഈ ഒരു കറൻസി ഇപ്പോൾ സർക്കുലേഷനിൽ നിലവിലില്ല, ക്യാൻസലേഷൻ കറൻസിയാണ്. അപ്പോൾ ഈ ഒരു കറൻസി അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കറൻസിയാണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 300 രൂപ മുതൽ 700 രൂപ വരെയൊക്കെ. 700 രൂപ എന്ന് പറയുന്നത് കുറഞ്ഞൊരു പ്രൈസാണ്, നമുക്ക് ഡീലർ പ്രൈസിൽ വരുന്ന ഒരു പ്രൈസാണ് 700 രൂപ. പക്ഷേ ഈ ഒരു നോട്ടിനൊക്കെ അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കറൻസിയാണ് 500 രൂപ സെക്കൻഡ് ഇഷ്യൂ ഗ്രേ ഇഷ്യൂ കറൻസി. അപ്പോൾ ഈ ഒരു കറൻസി എൻ്റെ കളക്ഷനിൽ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കറൻസിയാണ്. അതുപോലെ തന്നെ 100 രൂപ RN മൽഹോത്ര സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു കറൻസി. അപ്പോൾ ഈ ഒരു കറൻസിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഈ ഒരു കറൻസിയുടെ 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഞാനൊരു വീഡിയോ ചെയ്തിടുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഒരു ചാനൽ തുടർന്നും കാണുക. അപ്പോൾ നല്ലൊരു UNC കണ്ടീഷനാണ് എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കറൻസി എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കറൻസിയാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു കറൻസി IG പട്ടേൽ സിഗ്നേച്ചർ ചെയ്ത വിത്തൗട്ട് ഫ്ലാഗ് വരുന്ന 50 രൂപ കറൻസി. അപ്പോൾ ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, പല ഡിഫറെൻറ്റ് ഗവർണർ സിഗ്നേച്ചർ ചെയ്ത രീതിയിലുള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക, ആ ഒരു നോട്ടിൻ്റെ വാല്യൂ ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് ഈ ഒരു 50 രൂപ കറൻസിയും. നമ്മുടെ സർക്കുലേഷനിൽ ഇപ്പോൾ ഈ ഒരു കറൻസി നിലവിലുണ്ടെങ്കിൽ പോലും നമുക്ക് സർക്കുലേഷനിൽ നിന്ന് ഈ ഒരു കറൻസി കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു കറൻസിയും എൻ്റെ കളക്ഷനിലേക്ക് എനിക്കൊരു UNC കണ്ടീഷൻ കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു കറൻസി RN മൽഹോത്ര സിഗ്നേച്ചർ ചെയ്ത 50 രൂപ കറൻസിയും. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത UNC കണ്ടീഷൻ വരുന്ന കറൻസിയാണ്. അതുപോലെ തന്നെ 1 രൂപ നോട്ടാണ്. അപ്പോൾ ഈ ഒരു 1 രൂപ നോട്ടിനൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിന് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കറൻസിയൊക്കെ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. 1 രൂപയുടെ ഡിഫറെൻറ്റ് ഗവർണർ, അതുപോലെ തന്നെ സീരീസ്, പ്രഫിക്സ്, ഇൻസെറ്റ് അങ്ങനെ വരുന്ന സിഗ്നേച്ചറിലൊക്കെ. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സിഗ്നേച്ചറുള്ള ഈ ഒരു കറൻസിയൊക്കെ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ഒരുപാട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ കാണുക. ആ ഒരു നോട്ടിനെ കുറിച്ചുള്ള വാല്യൂവും ഡീറ്റെയിൽസും മനസ്സിലാക്കി നിങ്ങളും ആ ഒരു നോട്ടൊക്കെ കളക്ഷൻ ചെയ്യുക. ഈ ഒരു നോട്ടൊക്കെ എനിക്കൊരു 4ഓളം കറൻസിയൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. അതുപോലെ തന്നെയാണ് 20 രൂപ. ഈ ഒരു കറൻസി നമ്മുടെ സർക്കുലേഷനിലുള്ള കറൻസിയാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ സർക്കുലേഷനിൽ ഈ ഒരു കറൻസിയൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു കറൻസി എനിക്ക് കിട്ടിയായിരുന്നു അതിൻ്റെ. അതുപോലെ തന്നെ RN മൽഹോത്രയുടെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട 50 രൂപ കറൻസിയാണ്. ഈ ഒരു കറൻസിയും എൻ്റെ കളക്ഷനിലേക്ക് കിട്ടിയായിരുന്നു. ഇത് വന്നിട്ട് നമുക്ക് നമ്മുടെ ഒരു വേൾഡ് ബാങ്ക് നോട്ടാണ്, ഒമാനിലെ 100 പൈസ എന്ന് പറയുന്ന ബാങ്ക് നോട്ടാണ്. അപ്പോൾ ഈ ഒരു കറൻസി എനിക്ക് നല്ലൊരു UNC കണ്ടീഷൻ കിട്ടിയതുകൊണ്ട് ഞാൻ മേടിച്ചതാണ്, എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഈ ഒരു കറൻസിയും നമ്മുടെ ഖത്തറിലെ 1 റിയാൽ എന്നറിയപ്പെടുന്ന ബാങ്ക് നോട്ടാണ്. അപ്പോൾ ഈ ഒരു നോട്ടിനൊക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ വരുന്നുണ്ട്. നല്ലൊരു UNC കണ്ടീഷൻ ആയതുകൊണ്ടാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ മേടിച്ചത്. അതുപോലെ തന്നെയാണ് ഈ ഒരു നോട്ട് 10 രൂപ ബോട്ട് ഇഷ്യൂ നോട്ടാണ്. S ജഗന്നാഥൻ സിഗ്നേച്ചർ ചെയ്ത ബോട്ട് ഇഷ്യൂ നോട്ടാണ്. അപ്പോൾ ഈ ഒരു നോട്ടിൽ അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് വില കിട്ടാവുന്ന ഒരു നോട്ട് തന്നെയാണ്. നല്ലൊരു UNC കണ്ടീഷൻ നോട്ടിന്, കണ്ടീഷൻ കുറഞ്ഞ നോട്ടിനൊക്കെ നമുക്ക് പ്രൈസ് കുറഞ്ഞ രീതിയിലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു നോട്ട് 5 രൂപ S ജഗന്നാഥൻ സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു നോട്ടിനൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ഒരു മാനിൻ്റെ ഒരു പ്രത്യേകതകളൊക്കെ വെച്ചാണ് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ മാറുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു നോട്ട് ഹോങ്കോങ്ങിലെ, അതായത് നമ്മുടെ വേൾഡ് കൺട്രീസ് ഹോങ്കോങ്ങിലെ ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ആ ഒരു നോട്ടാണ്. 1 സെൻറ്റ് എന്നറിയപ്പെടുന്ന നോട്ടാണ്. അപ്പോൾ ഈ ഒരു നോട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ തുടർന്നുള്ള എൻ്റെ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്യൂൻ എലിസബത്തിൻ്റെ ഒരു നോട്ടിൻ്റെ കളക്ഷനിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഹോങ്കോങ്ങിലെ ക്യൂൻ എലിസബത്തിൻ്റെ ആ ഒരു ഹെഡിൻ്റെ പിക്ചർ വരുന്ന നോട്ടാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്.
ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ 3 ഡിഫറെൻറ്റ് സിൽവർ സർട്ടിഫിക്കറ്റ് വരുന്ന നോട്ടാണ്. അപ്പോൾ എന്താണ് സിൽവർ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ഞാൻ തീർച്ചയായും ഒരു വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 3 ഡിഫറെൻറ്റ് സിൽവർ സർട്ടിഫിക്കറ്റ് നോട്ടുകളാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ആണ്, അതുപോലെ തന്നെയാണ് ഇതൊരു ഡിഫറെൻ്റ് ആണ്, അതുപോലെ തന്നെയാണ് ഇതൊരു ഡിഫറെൻ്റ് ആണ്. എനിക്ക് 3 മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു കണ്ടീഷൻ നോട്ടാണ് എനിക്ക് കളക്ഷനിലേക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സിൽവർ സർട്ടിഫിക്കറ്റ് എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ തുടർന്ന് ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ തുടർന്നും കാണുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ കാണിച്ച നോട്ടുകളൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.